നമസ്കാരം. എൻ്റെ പേര് ഷാരൻ വള്ളൂശ്ശേരി എന്നാണ്. എഴുത്തുകാരനാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എഴുത്തിലേക്ക് കടന്നു വരികയും ഇപ്പോഴും എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ചുഴി. ജീവിതോത്സവങ്ങൾക്കിടയിൽ എപ്പോഴോ അതിഥിയായെത്തുന്ന ദുഃഖങ്ങൾ, സ്നേഹവും വിശ്വാസവും ഒത്തൊരുമിച്ച കുടുംബത്തിൻ്റെ തണലിൽ ഇടങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന തേങ്ങലുകൾ. അപ്പോഴും മോഹങ്ങളുടെ ജ്വാലാമുഖങ്ങൾ അണഞ്ഞു തുടങ്ങിയിരുന്നില്ല. ജീവിതത്തിൻ്റെ നൊമ്പരച്ചിന്തുകളെ ഹൃദ്യവും അനുഭവവേദ്യമാക്കുന്ന നോവൽ. സ്വയംവരം. അർത്ഥദീപ്തവും വികാരതീഷ്ണവുമായ അനുഭവങ്ങളെ ജീവിതത്തിൻ്റെ ആകസ്മികതകളോട് ഉഷസന്ധ്യ പോൽ. ലക്ഷങ്ങളെക്കാൾ വില ആശ കൊടുത്ത പെണ്ണിൻ്റെ മനസ്സാണ്. ആ മനസ്സ് ഇനി വാട്ടാൻ പറ്റില്ല. അത് പാപമാണ്. ആരൊക്കെ എന്തൊക്കെ ആശിച്ചാലും ശരി, ആശ കൊടുത്ത പെണ്ണിനെ തന്നെ കിട്ടും. ജോയിയുടെ ശബ്ദത്തിന് ഉരുക്കിനോളം ദൃഢതയുണ്ടായിരുന്നു. അനുഭവങ്ങളുടെ വികാര നിർഭരമായ നോവൽ. നഗരം. തീവ്രവാദികളുടെ ഭീകരാക്രമണത്തിന് ശേഷം മുംബൈ CST റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാട്ടിലേക്ക് ട്രെയിൻ കയറുമ്പോൾ ജെൻസൺ ജോസഫിൻ്റെ മനസ്സിന് വളരെ വിഷമം തോന്നുന്നുണ്ടായിരുന്നു. നിരപരാധികളുടെ ചിതറിത്തെറിച്ച മാംസവും രക്തവും, നിഷ്കളങ്കരായ കുട്ടികളുടെ ദീനരോദനങ്ങൾ എല്ലാം മുറിപ്പെടുത്തുന്ന നൊമ്പരങ്ങളായി മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാൻ തോന്നിപ്പിക്കുന്ന രചനാ വൈഭവവും ഭാഷാശൈലിയും കൊണ്ട് ശ്രദ്ധേയമായ ആദ്യന്തം സസ്പെൻസ് നിറഞ്ഞ നോവൽ. ആ ഒരു നിമിഷം. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. തണുപ്പുള്ള രാത്രിയുടെ ഇരുണ്ട പുതപ്പ് പുതച്ച് നാടാകെ ഉറക്കമായിരുന്നു. 5 ഏക്കർ വളപ്പിന് നടുവിലുള്ള ഏലിയാസിൻ്റെ ബംഗ്ലാവിൽ സോഫിയ തനിച്ചായിരുന്നു. അവിടെ തേടിയെത്തുന്ന ദുരന്തങ്ങൾ, ഉദ്യോഗജനകമായ സംഭവ പരമ്പരകൾ നിറഞ്ഞ ആദ്യന്തം ഹൃദ്യമായ നോവൽ. വർഷമേഘം. താൻ അന്യയായിട്ട് പോലും തൻ്റെ കഥ അറിഞ്ഞപ്പോൾ മുതൽ സഹായിക്കുന്ന എൽസ ടീച്ചറോടും വിക്ടോറിയ ടീച്ചറോടും കടപ്പാടുള്ള വർഷ എന്ന കഥാപാത്രത്തെ വരച്ചു കാട്ടുന്ന ഹൃദയഹാരിയായ നോവൽ. ഫ്ലാറ്റുകൾ കഥ പറയുന്നു. വ്യത്യസ്തരായ 3 സ്ത്രീ മനസ്സുകളിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വൈവിധ്യമാർന്ന അനുഭവങ്ങളും മനസ്സിൻ്റെ മാസ്മരിക ഭാവങ്ങളും ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ തിരിച്ചറിവുകളും സരളമായ ഭാഷാശൈലി ഹൃദ്യമായി ആവിഷ്കരിക്കുന്ന വികാര സാന്ദ്രമായ നോവൽ. കടലിരമ്പം. നോവലിൻ്റെ വ്യവസ്ഥാപിതമായ നിലപാടുകളിൽ നിന്നും നിർവചനങ്ങളിൽ നിന്നും ഒഴുകിമാറാതെ അതിൻ്റെ തന്നെ സ്വത്വത്തെ തേടുന്ന ശ്രദ്ധേയമായ നോവലാണ് കടലിരമ്പം. പ്രത്യക്ഷത്തിൽ ഈ നോവലിന് 2 ജന്മങ്ങളുടെ പ്രാണാനുഭവങ്ങളാണുള്ളത്. ആദ്യ വായനയിൽ ഒരു ഫിക്ഷൻ്റെ സഹജ വ്യക്തിത്വം പേറുന്ന അനുഭവം പങ്കിടുന്നതോടൊപ്പം നോവലിനുള്ളിൽ മറ്റൊരു നോവൽ അതിസൂക്ഷ്മമായി ഘടിപ്പിക്കുവാൻ നോവലിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ആദ്യ വായനയ്ക്ക് ശേഷം സംഭവിക്കുന്ന പരിണാമമാണ്. ഇത്തരം ഒരു നോവൽ രചനാരീതി മലയാളത്തിൽ ആദ്യം എന്ന് തന്നെ പറയാം. ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാറിൻ്റെ അവതാരികയിൽ നിന്ന്. എന്നെ എഴുത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കാരണമായത് എൻ്റെ പിതാവിൻ്റെ കവിതയിലുള്ള വാസനയാണ്. അദ്ദേഹം സദാ വീട്ടിൽ ചങ്ങമ്പുഴ കവിതകൾ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളമിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസൽ ഗ്രാമമങ്ങി പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാൽ ദവിടല്ല പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റങ്ങൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി. പിന്നെ ഇങ്ങനെ രമണനിലെ വരികളും അതുപോലെ തന്നെ കാവ്യ നർത്തകയിലെ കനകച്ചിലങ്കയിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാടയിലൊടിയലകൾ ചിന്നി അഴകരുടലാർന്ന പോലങ്ങനെ നിന്നി മതിമോഹന ശുഭനർത്തനമാടുന്ന ഇതേ മൗനിൽ നിന്നു നീ മലയാള കവിത. ഇങ്ങനെ ചങ്ങമ്പുഴ കവിതകൾ പാടുന്നത് കേൾക്കുമ്പോൾ ഞാൻ അതിൽ ആകർഷ്ടനാവുകയും ഒരു എഴുത്തുകാരനായി തീരുകയും വേണമെന്നുള്ള ആഗ്രഹം
എന്നിൽ വളരെ ചെറുപ്പകാലത്ത് കടന്നുകൂടി എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഞാൻ ചെറിയ സ്കിറ്റുകൾ എഴുതുകയും ആ സ്കിറ്റുകളിൽ നിന്ന് മാറി ചെറിയ കഥകളിൽ നിന്ന് പിന്നെ നോവലിലേക്കും വരികയാണുണ്ടായത്. ചെറുപ്രായത്തിൽ തന്നെ ചെറിയ കഥകൾ എഴുതി കൂട്ടുകാരെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ അവർ പറയുമായിരുന്നു, ഇങ്ങനെ എഴുതിയുകൊണ്ട് കാര്യമില്ല, അത് വാരികകൾക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു ജ്യേഷ്ഠനോട്, അവിടെ വന്ന് താമസിച്ച ജ്യേഷ്ഠനാണ്, അദ്ദേഹത്തോട് വാരികയുടെ വിലാസമൊക്കെ വാങ്ങി കഥകൾ എഴുതി അയച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ അയച്ചു കൊടുക്കുന്ന കഥകളിൽ പലതും മടങ്ങി വരുമായിരുന്നു. എന്നാൽ അതിൽ കുട്ടേട്ടൻ്റെ കുറിപ്പും ഉണ്ടാകുമായിരുന്നു. പൂർവാർദ്ധം ശരിയായിട്ടില്ല, ഉത്തരാർദ്ധം ഒന്നും കൂടി നന്നാക്കണം, പദങ്ങൾ ആവർത്തിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ ആ കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ അത് വായിച്ചു നോക്കുകയും പദഘടന, വാക്യഘടന ഒക്കെ എങ്ങനെ ശരിയാക്കാമെന്നും എങ്ങനെ ഒരു നല്ല കഥ, നല്ല ഗദ്യം സൃഷ്ടിക്കാൻ കഴിയുമെന്നും വളരെ ചെറുപ്പത്തിലേ എനിക്ക് മനസ്സിലാക്കുകയും ഞാൻ അങ്ങനെ ഒരു കഥ എഴുതി അയച്ചത് 1984 മുത്തശ്ശി ദൈവാരികയിൽ പ്രസിദ്ധീകരിച്ചു വരികയുണ്ടായി. അങ്ങനെ അവർ ആ പ്രസിദ്ധീകരണത്തിൻ്റെ പ്രതിഫലമായി 20 രൂപ എനിക്ക് അയച്ചു തരികയും ചെയ്തു. അങ്ങനെ ഈ എഴുത്തിൽ നിന്ന് ഇങ്ങനൊരു വരുമാനവും ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇത് എന്നിൽ പ്രയോജനം ഉണ്ടാക്കുകയും വീണ്ടും കഥകൾ എഴുതാൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ നിരവധി കഥകൾ ഓരോ പത്രങ്ങളുടെ വാരാന്ത പതിപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുകയും അവയിൽ പലതും അച്ചടിച്ച് വരികയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും എഴുതണമെന്നുള്ള ആഗ്രഹം വരികയും ഞാൻ നോവലിലേക്ക് കടക്കുകയും വേനൽമഴ പോലെ എന്ന എൻ്റെ ആദ്യ നോവൽ കേരള ടൈംസ് പത്രത്തിൻ്റെ വാരാന്ത പതിപ്പിൽ അച്ചടിച്ച് വരികയും ചെയ്തപ്പോൾ എന്നെ ഒരു എഴുത്തുകാരനായി പലരും മുദ്രകുത്തി എന്നുള്ളതാണ്. അങ്ങനെ ഇന്നും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. 20ഓളം പുസ്തകങ്ങൾ ഇന്ന് എൻ്റേതായിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്താണ് ലഭ്യമാവുക എന്ന് വെച്ചാൽ, എഴുത്തുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളും അതുപോലെ നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കുന്ന നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുമ്പോൾ അത് വായിക്കുന്ന വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ഈ കഥകൾ കൊണ്ട് അല്ലെങ്കിൽ നോവൽ കൊണ്ട് കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഓരോ കഥകളും എൻ്റെ തന്നെയായിട്ടുള്ള എൻ്റെ ജീവിതാനുഭവങ്ങളാണ്. അനുഭവങ്ങളിൽ എടുത്തുകൊണ്ട് അതിൽ എൻ്റേതായിട്ടുള്ള ട്വിസ്റ്റുകൾ വരുത്തിക്കൊണ്ട് അതൊരു പ്രത്യേക ഒരു കലാസൃഷ്ടിയാക്കി അവതരിപ്പിക്കാനായിട്ട് ഞാനെന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കഥകൾ എഴുതിയതിന് എനിക്ക് അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ്റെ കീഴിൽ ന്യൂഡൽഹിയിൽ രൂപീകൃതമായ സെൻട്രൽ ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ്, അതുപോലെ തന്നെ ശങ്കരാടി തോപ്പിൽ ബാസി ജന്മശതാബ്ദി പുരസ്കാരം എന്നിവ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മനോരമ ട്രാവലർ മാസികയിൽ സഞ്ചാര സാഹിത്യ ലേഖനം എഴുതി വരുന്നു. 26ഓളം ലേഖനങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു. അവസാനമായി എഴുതിയ പുസ്തകം കഴിഞ്ഞ മാസമാണ് പ്രസിദ്ധീകൃതമായത്. മുഖങ്ങൾ എന്ന ചെറുകഥ സമാഹാരമാണത്.